ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസൻസ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. നമസ്കാരം. പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയാറ. ഇന്ന് ഒക്ടോബർ 18 ഞായറാഴ്ച. കോവിഡ് വ്യാപനം തടയാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കിയ രാത്രി സഞ്ചാരവിലക്ക് ഒരാഴ്ച പിന്നിട്ടു. സഞ്ചാരവിലക്ക് ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ കുറവ് നിയമലംഘനങ്ങൾ മാത്രമാണ് പിന്നിട്ട ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. സഞ്ചാരവിലക്കിന്റെ ലംഘനത്തെ തുടർന്ന് റൂവിയിലെ പ്രമുഖ കഫേയ്ക്ക് കഴിഞ്ഞ ദിവസം 1000-ലധികം റിയാലിന്റെ പിഴ ചുമത്തി. രാത്രി 8 മണിയായിട്ടും കടയിൽ ജീവനക്കാർ ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് പോലീസ് പിഴ ചുമത്തിയത്. ജീവനക്കാർക്ക് 8 മണിക്ക് മുൻപ് താമസ സ്ഥലത്തെത്താൻ സാധിക്കുന്ന വിധത്തിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ക്രമീകരിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രാത്രി സഞ്ചാരവിലക്ക് സംബന്ധിച്ച നിയമം ലംഘിച്ചതിനെ തുടർന്ന് ബുറൈമിയിൽ സ്വദേശിക്കും സൂറിൽ 8 വിദേശികൾക്കും കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ഇവരുടെ ചിത്രങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഒത്തുചേരൽ, മുഖാവരണം ധരിക്കാതിരിക്കൽ തുടങ്ങിയ സുരക്ഷാ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നവരെ കണ്ടെത്തുന്നതുമായുള്ള പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിലെ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ കോവിഡ് ബാധ വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. മലയാളി നഴ്സ് ഉൾപ്പെടെ 3 ആരോഗ്യ പ്രവർത്തകരാണ് രാജ്യത്ത് ഇതിനോടകം കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. 3914 ആരോഗ്യ പ്രവർത്തകർക്ക് സുൽത്താനേറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ചയാണ് കോവിഡ് ബാധിതരായി 3ാമത്തെ ആരോഗ്യ പ്രവർത്തകന്റെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് ബാധിതരിൽ 577 ഡോക്ടർമാരും 1831 നഴ്സുമാരും ഉൾപ്പെടുന്നു. 1506 മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഇതിനോടകം കോവിഡ് ബാധിതരായി. 51% പേർക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പുറത്തുനിന്നാണ് വൈറസ് ബാധയുണ്ടായതെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. കോവിഡ് കാല സേവനത്തിന് സിജി ഇന്റർനാഷണൽ സലാല ചാപ്റ്റർ വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുന്നു. നവംബർ അവസാനമാണ് പരിപാടി. സിജി സീനിയർ വിഷണറിമാരായ ഡോക്ടർ സുനിൽ മുഹമ്മദ്, ഡോക്ടർ നിഷ്താർ, കോർഡിനേറ്റർമാരായ ഡോക്ടർ ഷാജിദ്, ഷിഹാബ് കാളിക്കാവ് എന്നിവരടങ്ങുന്ന സബ് കമ്മിറ്റി രൂപവൽക്കരിച്ചു. സിജി സലാല ചെയർമാൻ ഹുസൈൻ കാച്ചിലൂടി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ മുനീർ മിത്തൽ, ഡോക്ടർ ഷാജിദ് എന്നിവർ സംസാരിച്ചു. മസ്കറ്റിൽ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി സൽമാനാണ് മരണപ്പെട്ടത്. ജോലി സ്ഥലത്ത് എത്താതിരുന്നതിനെ തുടർന്ന് ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരിച്ചില്ല. തുടർന്ന് താമസ സ്ഥലത്തെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിവാഹിതനാണ്. മാതാവ് നേരത്തെ മരണപ്പെട്ടിരുന്നു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ICF സാന്ത്വനം കമ്മിറ്റി സെക്രട്ടറി റഫീഖ് ധർമ്മടം അറിയിച്ചു. ഒമാൻ വനിതാ ദിനത്തിൽ വനിതകളെ ആദരിച്ചുകൊണ്ട് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് വിവിധ മേഖലകളിലായി രാജ്യത്തിനു വേണ്ടി മികച്ച സേവനം കാഴ്ചവെക്കുകയും സുൽത്താനേറ്റിന്റെ അഭിമാനമാവുകയും ചെയ്ത വനിതകളെ രാജകീയ ബഹുമതികൾ നൽകിക്കൊണ്ട് സുൽത്താൻ ആദരിച്ചു. ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴി 2020 ജൂലൈ അവസാനം വരെ യാത്ര ചെയ്തത് 3 ദശലക്ഷത്തിലധികം ആളുകൾ. 26,405 വിമാന സർവീസുകളാണ് ഈ സമയങ്ങളിൽ ഉണ്ടായത്. യാത്രയിൽ 63.9% കുറവ് രേഖപ്പെടുത്തിയതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ട് പറയുന്നു. അൽവുസ്ത ഗവൺറേറ്റിൽ സുപ്രീം കമ്മിറ്റി നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഒത്തുചേർന്ന വിദേശികൾ അറസ്റ്റിലായി. റോയൽ ഒമാൻ പോലീസിന്റെ പെട്രോളിംഗിനിടെയാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങൾക്കിടെ സ്വദേശികളും വിദേശികളുമായി 100-ൽ പരം ആളുകളെയാണ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. കോവിഡ് പശ്ചാത്തലത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് നീട്ടിവെക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. അധ്യയന വർഷാരംഭം സംബന്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ തെറ്റാണ്. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്നും മന്ത്രാലയം പറഞ്ഞു. ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തി വിൽപ്പനയ്ക്ക് ശ്രമിച്ച വീട്ടുജോലിക്കാരി അറസ്റ്റിൽ. മസ്കറ്റ് ഗവൺറേറ്റിലാണ് തൊഴിലുടമയുടെ വീട്ടിൽ നിന്നും ഏഷ്യൻ വംശജയായ സ്ത്രീ മോഷണം നടത്തിയത്. ദുഃഖം തുറമുഖത്ത് പുതിയതായി നിർമ്മിച്ച കസ്റ്റംസ് സെന്റർ പ്രവർത്തന സജ്ജമായി. ദുഃഖം തുറമുഖം വഴിയുള്ള ചരക്കുകളുടെ കയറ്റിറക്കുമതി സംബന്ധിച്ച നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കസ്റ്റംസ് സെന്റർ സഹായകരമാകും. അന്ത്യപ്രവാചകർ മുഹമ്മദ് നബിയുടെ ജന്മത്താൽ അനുഗ്രഹീതമായ റബിയുൽ അവൽ സമാഗതമാകുന്നു. ഇരുലോകത്തും വിശ്വാസികളുടെ പ്രതീക്ഷയായ തിരുനബിയെ കൂടുതൽ കേൾക്കാനും അറിയാനും അടുക്കാനും അവസരമൊരുങ്ങുന്ന മാസമാണ് റബിയുൽ അവൽ. ഇരുലോകത്തെ ജീവിതത്തിലെയും ഏറെ ഉപകാരപ്പെടുന്ന സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് ഈ മാസം വിശ്വാസികൾക്ക്. പ്രവാചക സ്മരണ പുതുക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികൾ വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ റബീഹ് മാസത്തിൽ നടക്കും.
നബി അനുപമ വ്യക്തിത്വം എന്ന സന്ദേശവുമായി ICF ഗൾഫിലുടനീളം വിവിധ അനുസ്മരണ പരിപാടികൾ നടത്തുന്നുണ്ട്. ICF ഗൾഫ് തല മിലാദ് ക്യാമ്പയിൻ പ്രഖ്യാപനം വെള്ളിയാഴ്ച പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ പരിപാടികൾ ഓൺലൈൻ വഴിയാണ് സംഘടിപ്പിക്കുക. 30 ആണ്ടോളം നീണ്ട പ്രവാസത്തിനൊടുവിൽ അനസ് നാട്ടിലേക്ക് മടങ്ങുന്നു. പ്രവാസം നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദിയോടെയാണ് പൊന്നാനി സ്വദേശിയായ അനസിന്റെ ജന്മനാട്ടിലേക്കുള്ള മടക്കം. സുഹൃത്തുക്കൾക്കിടയിൽ അനസ് കോയ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം 91-ലാണ് പ്രവാസ ജീവിതം ആരംഭിച്ചത്. ജോലിക്കൊപ്പം ഇടവേളകളിലും സാമൂഹിക സാംസ്കാരിക ചാരിറ്റി മേഖലകളിലും തന്റേതായ ഇടം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഉംറ തീർത്ഥാടനം 2ാം ഘട്ടം ഇന്ന് ആരംഭിക്കും. ഈ ഘട്ടത്തിൽ ദിനംപ്രതി 15,000 ഉംറ തീർത്ഥാടകരെയാണ് അനുവദിക്കുന്നത്. 40,000 പേർ ദിനംപ്രതി നമസ്കാരത്തിനെത്തും. കോവിഡ് മൂലം നിർത്തിവെച്ച ഉംറ തീർത്ഥാടനം ഒക്ടോബർ 4-ന് പുനരാരംഭിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രതിദിനം 6,000 തീർത്ഥാടകരെയാണ് അനുവദിച്ചത്. 14 ദിവസം നീളുന്നതാണ് 2ാം ഘട്ടം. കർശനമായ ആരോഗ്യ മുൻകരുതലുകൾ പാലിച്ചായിരിക്കും ഈ ഘട്ടത്തിലും തീർത്ഥാടകരെ സ്വീകരിക്കുക. ഇന്ത്യയിലെ കോവിഡ് വാക്സിൻ ഗവേഷണങ്ങൾക്ക് സന്തോഷമേകുന്ന കണ്ടെത്തലുമായി പുതിയ പഠനം. രാജ്യത്ത് നോവൽ കൊറോണ വൈറസിന്റെ ജനിതക ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ജനിതകപരമായി സ്ഥിരതയുള്ളതാണെന്നും പഠനങ്ങൾ പറയുന്നു. റഷ്യയുടെ കോവിഡ് വാക്സിൻ പരീക്ഷണം ഇന്ത്യയിലും നടത്തും. ഇതുമായി സഹകരിക്കുന്ന ഇന്ത്യൻ മരുന്ന് കമ്പനി ഡോക്ടർ റെഡ്ഡീസിന്റെ അപേക്ഷയിലാണ് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ തീരുമാനം. കേരളത്തിൽ ഇന്നലെ 916 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ പട്ടിണിയിലാണെന്ന് റിപ്പോർട്ട്. ആഗോള വിശപ്പ് സൂചികയിൽ മോശം പ്രകടനം നടത്തിയ ഇന്ത്യ 107 രാജ്യങ്ങളിൽ 94 സ്ഥാനത്താണ്. പദ്ധതി നടപ്പാക്കലിലെ പാളിച്ച, ഫലപ്രദമായ നിരീക്ഷണത്തിന്റെ അഭാവം, പോഷകാഹാരക്കുറവ് കൈകാര്യം ചെയ്യുന്നതിലെ ഉദാസീനത തുടങ്ങിയവയാണ് രാജ്യത്തിനെ പിന്നോട്ടടിപ്പിച്ചത്. ഗുരുതര വിഭാഗത്തിലാണ് രാജ്യം. കഴിഞ്ഞ വർഷം 117 രാജ്യങ്ങളിൽ 102 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. മലയാളം സിനിമയിൽ ഇനി ഞാൻ പാടില്ല, അത്രയ്ക്ക് ഈ ഇൻഡസ്ട്രി എന്നെ മടുപ്പിച്ചു. മലയാളത്തിൽ സംഗീത സംവിധായകർക്കും പിന്നണി ഗായകർക്കുമൊന്നും അർഹിക്കുന്ന വില കിട്ടുന്നില്ല. തമിഴിലും തെലുങ്കിലുമൊന്നും ഈ പ്രശ്നമില്ല. ഇത്തരം അവഗണന മടുത്തിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. മലയാളത്തിൽ സെലക്റ്റീവ് ആകാൻ പോലും താൽപ്പര്യമില്ല. ഗായകൻ വിജയ് യേശുദാസിന്റെ വാക്കുകളാണിത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അറബിക്കടലിൽ പ്രവേശിച്ചു. തീവ്ര ന്യൂനമർദ്ദമാക്കും. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ഒക്ടോബർ 19 അടുത്ത 5 ദിവസവും കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് പറയുന്നു. മസ്കറ്റ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ അവാർഡ് ദാനവും അനുമോദന പൊതുയോഗവും ഇന്ന് വൈകിട്ട് നടക്കും. കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ലോക്ഡൌൺ കാലത്ത് മികച്ച സാമൂഹ്യ പ്രവർത്തകർക്ക് മുൻ മഞ്ചേശ്വരം MLA മർഹൂം PB അബ്ദുൾ റസാഖ് സാഹിബിന്റെ പേരിൽ കൊറോണ വാരിയേഴ്സ് അവാർഡും, SSLC +2 പൊതുപരീക്ഷ വിജയികളായ വിദ്യാർത്ഥികൾക്ക് മുൻ മന്ത്രി മർഹൂം ചെറുക്കുളം അബ്ദുള്ള സാഹിബിന്റെ പേരിൽ ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡ് ദാനവും അനുമോദന പൊതുസമ്മേളനവുമാണ് ഇന്ന് രാത്രി 8 മണിക്ക് ഒമാൻ കാസർഗോട്ടോർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സംഘടിപ്പിക്കുക. ഫവാസ് ആനവാഗിൽ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഹനീഫ് ചൌക്കി അധ്യക്ഷത വഹിക്കും. ഹാജി മുഹമ്മദ് അബ്ദുൽ ഖാദറാണ് പ്രാർത്ഥന നടത്തുക. മസ്കറ്റ് KMCCയുടെ പ്രസിഡന്റ് റയീസ് അഹമ്മദ് സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് മസ്കറ്റ് KMCCയുടെ ജനറൽ സെക്രട്ടറി റഹീം വറ്റല്ലൂർ അവാർഡ് ദാനവും അഭിസംബോധനയും നിർവഹിക്കും. അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സായ നവാസ് ചെങ്കള, സിദ്ദിഖ് ഗമാൻ, നാസർ ചെറുക്കുളം, അബ്ദുള്ള കബാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. Today's exchange rate is brought to you by Purushottam Kanji Exchange. റൊമാനി റിയാലിന് 190.10 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Kanji Exchange. Weather reports. മസ്കറ്റ് ഗവൺറേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പുരുഷോത്തം ഗഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഉമാന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും സായാഹ്ന വാർത്താ ബുള്ളറ്റിനിൽ. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് Brought to you by Purushottam Kanji Exchange. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Purushottam